ഒരു സമനില മത്സരം അത് മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷേ ചിലർ ആഘോഷിക്കുന്നത് ഒരു ഇതിഹാസ താരത്തിൻ്റെ അവസാനം എന്ന പോലെയാണ്. കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലിൻ്റെ പ്രകടനം ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ വിമർശകർ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നത് ഒരു കളിക്കാരൻ്റെ പേര് മാത്രമല്ല, മറിച്ച് അർപ്പണബോധത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത ഒരു മനസ്സിൻ്റെയും പേരാണത്. ഫുട്ബോൾ ലോകം എത്രയോ തവണ റൊണാൾഡോയുടെ കരിയർ അവസാനിച്ചു എന്ന് വിധിയെഴുതിയിട്ടുണ്ട്. അപ്പോഴെല്ലാം വളരെ ശക്തമായി അദ്ദേഹം തിരിച്ചു വന്നിട്ടുമുണ്ട്. ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രത്തെയും ചിലപ്പോൾ മേഘങ്ങൾ മറയ്ക്കും, പക്ഷെ അപ്പോഴും ആ നക്ഷത്രത്തിന്റെ പ്രകാശം ഇല്ലാതാവുന്നില്ല. അതുപോലെ തന്നെ ഒരു മോശം മത്സരം റൊണാൾഡോയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്നില്ല. വീഴുമ്പോഴെല്ലാം കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കാനുള്ള ധൈര്യമാണ് അദ്ദേഹത്തെ ഇതിഹാസമാക്കിയത്. അതുകൊണ്ട് ആരാധകരോട് സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾ കൊണ്ട് നിങ്ങൾ നിരാശരാവരുത്. ഒരു മത്സരത്തിലെ സ്കോർ ബോർഡ് കണ്ട് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടരുത്. ഒരു സിംഹം ഒരു ദിവസം വേട്ട കിട്ടിയില്ല എന്ന് കരുതി അത് സിംഹമല്ലാതാകുന്നില്ല. അസാധ്യമെന്ന് ലോകം പറഞ്ഞിടത്തും കഠിനാധ്വാനവും വിശ്വാസവും ഉണ്ടെങ്കിൽ ചരിത്രം സൃഷ്ടിക്കാമെന്ന് റൊണാൾഡോയുടെ കരിയർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിമർശകർ സംസാരിക്കട്ടെ, പരിഹാസങ്ങൾ തുടരട്ടെ. ഒരു കളി മതി, ഒരു നിമിഷം മതി എന്ന് വിമർശിക്കുന്ന അതേ ലോകം നാളെ അദ്ദേഹത്തിന്റെ പേര് മുഴക്കാൻ. റൊണാൾഡോയെ അളക്കേണ്ടത് കേവലം ഒരു മത്സരത്തിലെ സ്കോർ ബോർഡ് കൊണ്ടല്ല, മറിച്ച് ഒരു തലമുറയെ പ്രചോദിപ്പിച്ച അദ്ദേഹത്തിന്റെ യാത്രയെ കൊണ്ടാണ്. റൊണാൾഡോയെ എഴുതിത്തള്ളാൻ വരട്ടെ, മത്സരങ്ങളും ചരിത്രവും ഇനിയും ബാക്കിയാണ്.